സ്വർണം കൊണ്ട് ചിത്രം വരയ്ക്കുന്ന ഒരു കലാകാരിയുണ്ട് ദുബായിൽ. അപൂർവങ്ങളിൽ അപൂർവമായ തഞ്ചാവൂർ ചിത്രരചനാ രീതിയിൽ പ്രതിഭ തെളിയിക്കുകയാണ് രേഖ മോഹൻദാസ്. മ്യൂറൽ, ഓയിൽ, അക്രലിക് പെയിന്റിങ്ങുകളുമെല്ലാം രേഖയുടെ കൈവിരലുകൾക്ക് വഴങ്ങും. തഞ്ചാവൂരിൻ്റെ ഹിസ്റ്ററി പറയുകയാണെങ്കിൽ തഞ്ചാവൂർ പെയിൻറ്റിങ് തമിഴ്നാട്ടിലാണ് ഒറിജിനേറ്റ് ചെയ്തത്. അപ്പോൾ പണ്ട് കാലത്ത് ഈ ചോള, ചേര, പാണ്ഡ്യ ആ ടൈമിൽ അവർ പാലസിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യണ ഒരു ആർട്ടാണ്. പണ്ടൊക്കെ പറഞ്ഞാൽ ഗോൾഡിലാണ്, ഒറിജിനൽ ഗോൾഡിൻ്റെ ഷീറ്റ് വെച്ചിട്ടും പിന്നെ എമറൽഡ്, റൂബി അങ്ങനത്തെ ഒക്കെ പ്രഷ്യസ് സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുക അവർ. അപ്പോൾ അവർ ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് കൊടുക്കാനും ഒക്കെ. അപ്പോൾ ഈ തഞ്ചാവൂർ പെയിൻറ്റിങ്ങിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയാൻ അത് പഴകുന്തോറും അതിന് ആൻറ്റിക് വാല്യൂ കൂടുന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ നോക്കിയാൽ ഒരു 100-150 കൊല്ലം പഴക്കമുള്ള പെയിൻറ്റിങ്സിനൊക്കെ നല്ല വാല്യൂ ആണ്. അത് കാലാകാലങ്ങൾ നിൽക്കും. അത് ചെറുപ്പം തൊട്ടേ ഒരു ഹോബി ആയിട്ടാണ് ഞാൻ തുടങ്ങിയത്. ഒരു 4 വയസ്സാകുമ്പോൾ എൻ്റെ ഒരു നെയ്ബർ ആൻറ്റി ഭയങ്കര പെയിൻറ്റർ ആയിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു അവരെ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് അങ്ങനെ തുടങ്ങിയതാണ്. എൻ്റെ ചെറുപ്പമൊക്കെ ഞാൻ ആഫ്രിക്കയിലായിരുന്നു. അച്ഛൻ അവിടെയായിരുന്നു ജോലി. അപ്പം അങ്ങനെ ആഫ്രിക്കയിൽ ഞാൻ അന്ന് നമുക്ക് മൊബൈലും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം അങ്ങനെ പെയിൻറ്റിങ് ഒരു ഹോബി ആയിട്ട് തുടങ്ങി, പഠിക്കാൻ തുടങ്ങി. കുറെ പഠിച്ചിട്ടുണ്ട്. ഫാബ്രിക് പെയിൻറ്റിങ്ങും ഓയിൽ പെയിൻറ്റിങ്. പിന്നെ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങി. ബാംഗ്ലൂർ MNCയിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പോഴാണ് മോനുണ്ടായപ്പോൾ ഒരു മെറ്റേണിറ്റി ബ്രേക്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചപ്പോൾ അടുത്തന്നെ ഒരു ആൻറ്റി, തഞ്ചാവൂർ പെയിൻറ്റിങ് പഠിപ്പിക്കുന്ന ഒരു ആൻറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ പോയി പഠിച്ചതാണ്. പിന്നെ അപ്പോഴേക്കാണ് ഹസ്ബൻഡിന് കുവൈറ്റിലേക്ക് മാറി. അപ്പോൾ കുവൈറ്റിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ എന്താ ചെയ്യുക, ഒരു ബ്രേക്ക് കരിയറിൽ വന്നപ്പോൾ പെയിൻറ്റിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെ അതൊരു ഹോബിയായി കുറേ ചെയ്തു. അങ്ങനെ ഇപ്പം ഞാനൊരു 100ഓളം ചെയ്തിട്ടുണ്ട്. തഞ്ചാവൂർ പെയിൻറ്റിങ് നല്ലൊരു പ്രോസസ്സാണ്. അപ്പോൾ അതിന് നല്ല ഫസ്റ്റ് വേണ്ടത് പേഷ്യൻസ് ആണ്. അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊന്നും ഇവിടെ അധികം കിട്ടാറില്ല. അധികവും ഞാൻ നാട്ടിൽ നിന്നാണ് സോഴ്സ് ചെയ്യാറ്. നാട്ടിൽ നിന്നെന്ന് പറയുമ്പോൾ ഇത് ചെന്നൈ, അങ്ങനെ തമിഴ്നാട്ടിലാണ്, നമ്മുടെ കേരളത്തിലും കിട്ടാറില്ല. അപ്പോൾ ചെന്നൈയിൽ നിന്ന് കൊറിയർ ചെയ്ത്, ഈവൻ ഫ്രെയിംസ് തന്നെ തഞ്ചാവൂർ ഫ്രെയിം നമ്മൾ സാധാരണ ഫ്രെയിമല്ല ഇടുക, ചെട്ടിനാട് ഫ്രെയിമാണ് തഞ്ചാവൂർ പെയിൻറ്റിങ്ങിന് ഇടുക. അപ്പോൾ ഫ്രെയിം തന്നെ നമുക്കൊരു ഒരാൾ ഉണ്ടാക്കുന്ന ആളുണ്ട്, അവരയച്ചു തരും അത്. അപ്പം ഫ്രെയിം അതൊക്കെ ഒരു കോർഡിനേറ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ ഗോൾഡ് ഫോയിൽ, ജയ്പൂർ ആൻറ്റീക് സ്റ്റോൺസ്, ഇതൊക്കെ നമ്മൾ വരുത്തുക ചെയ്യാറ്. ഫസ്റ്റ് തുടങ്ങുന്നത് പ്ലൈവുഡിൽ നിന്നാണ്. നമ്മൾ പ്ലൈവുഡിൽ പണ്ടത്തെ കാലത്തൊക്കെ പുളിങ്കുരുവിൻ്റെ പേസ്റ്റ് ആക്കിയിട്ട് ആ പേസ്റ്റ് അപ്ലൈ ചെയ്ത്
അത് ഉണക്കി തുണി വെച്ച് ഒട്ടിച്ച് അതിൻ്റെ മുകളിൽ പിന്നെ പേസ്റ്റ് അപ്ലൈ ചെയ്ത് നമ്മൾ എന്തെങ്കിലും ഹോൾസ് ഒക്കെ ഉണ്ടെങ്കിൽ വെച്ച് അടച്ച് അത് നല്ലോണം ഡ്രൈ ചെയ്യാൻ വിടും. അത് കഴിഞ്ഞ് നമ്മൾ ട്രേസ് ചെയ്യും. ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ആർട്ടും ക്രാഫ്റ്റും കൂടിയിട്ടുള്ളൊരു പരിപാടിയാണ്. കാരണം ഒരു 3D എംബോസ്ഡ് എഫക്റ്റാണ് നമ്മൾ അതിന് കൊടുക്കുക. അപ്പം അതൊരു മക്ക് വർക്ക് എന്നാണ് അതിന് പറയുക. അത് നമ്മൾ അറബിക് ഗമ്മും ചോക്ക് പൗഡറും കൂടിയിട്ടുള്ളൊരു മിക്സ്ചറാണ്. പണ്ടത്തെ ആൾക്കാർ ലൈം സ്റ്റോണിൻ്റെ പൊടി യൂസ് ചെയ്തിട്ട്, കല്ല് പൊടി യൂസ് ചെയ്തിട്ടാണ് ചെയ്യുക. അതിപ്പോൾ കിട്ടാത്തതുകൊണ്ട് നമ്മൾ ചോക്ക് പൗഡർ, ഫ്രഞ്ച് ചോക്ക് പൗഡർ യൂസ് ചെയ്ത് അതും അറബിക് ഗമ്മും കൂടെ ആക്കി ഒരു പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ ആ ഡിസൈനിനെയൊക്കെ നമ്മൾ കൈകൊണ്ട് നമ്മൾ കോലം വരയ്ക്കണ പോലെ ചെയ്യും. അത് ഉണങ്ങിക്കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ ഈ ഗോൾഡ് ഫോയിൽ ഒട്ടിക്കുന്നത്. അത് ഓരോന്നും ആ ഷേപ്പ് അനുസരിച്ച് കട്ട് ചെയ്ത് ഒട്ടിച്ച് ജ്വല്ലറിക്കൊക്കെ നമ്മളിപ്പോൾ റൗണ്ട് സ്റ്റോൺസ് ഉണ്ട്, സ്ക്വയർ സ്റ്റോൺസ് ഉണ്ട്. അതൊക്കെ ആ റൗണ്ടൊക്കെ നമ്മൾ ബ്ലേഡ് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കൈയൊക്കെ മുറിയും. അതൊക്കെ ഒരു ഇതാണ് പാർട്ട് ഓഫ് ദി ആർട്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അതിനെയൊക്കെ നമ്മൾ വരച്ച ആ ഷേപ്പിലൊക്കെ ആക്കി ഒട്ടിച്ച് അത് കഴിഞ്ഞിട്ടാണ് ശരിക്കും നമ്മൾ പെയിൻറ്റിങ് തുടങ്ങുന്നത്. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പാണ് പെയിൻറ്റിങ്. ഇപ്പോൾ പെയിൻറ്റിങ് പണ്ട് കാലത്ത് അവർ നാച്ചുറൽ കളേഴ്സൊക്കെയാണ് യൂസ് ചെയ്തത്. ഇപ്പോൾ പിന്നെ അതൊന്നും കിട്ടാത്തതുകൊണ്ട് നമ്മൾ പോസ്റ്റർ കളേഴ്സൊക്കെയാണ് യൂസ് ചെയ്യണത്. ലാസ്റ്റ് നമ്മൾ പെയിൻറ്റ് ചെയ്യും. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ വലുത് തന്നെയാണ്. പണ്ട് നോക്കിയ കൃഷ്ണൻ, ശിവൻ അങ്ങനത്തെയൊക്കെ ദൈവങ്ങളെയാണ് ചെയ്തു കൊടുക്കാറ്. അപ്പോൾ ഇപ്പോൾ പിന്നെ എല്ലാം നമ്മളെല്ലാം ഒരു താഞ്ചൂർ സ്റ്റൈല് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പം ഇതുപോലെയാണ് എനിക്കൊരു ലെബനീസ് ഒരു ഫ്രണ്ട് വന്നിട്ട് അവർക്കൊരു സെയിൻറ്റ് ചാർബേൽ എന്നും പറഞ്ഞിട്ടൊരു സെയിൻറ്റ് ഉണ്ട് ലെബനനിൽ. അപ്പോൾ അവരിങ്ങനെ ഒരു നേർച്ചയായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ സെയിൻറ്റിന്, എനിക്കൊരു നേർച്ച ഉണ്ട് ഒരു പെയിൻറ്റിങ് കൊടുക്കാൻ. അപ്പോൾ ഗോൾഡ് എന്നൊക്കെ പറയുമ്പോൾ പ്രഷ്യസ് ആണല്ലോ. അപ്പം അങ്ങനെ എന്തെങ്കിലും ഗോൾഡും സ്റ്റോൺസൊക്കെ വെച്ച് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു അതൊരു നടക്കണ ഐഡിയ ആണെന്ന് തോന്നുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ട്രൈ ചെയ്തുകൂടാ. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കി, അങ്ങനെ ചെയ്ത് കൊടുത്തു. അവരത് ലെബനനിൽ അവർ കൊടുത്തു. സെയിൻറ്റ് ചാർബൽ പറയുന്ന പള്ളിയിൽ കൊടുത്തു. അതിപ്പോൾ അവിടെ പള്ളിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഇൻസിഡൻസ് വളരെ ഒരു സന്തോഷം തരുന്ന ഒരു ഇതാണ്. ഞാനൊരു ടീച്ചറാണ്. അബുഹയിലെ പേൾ വിസ്ഡം സ്കൂൾ ഭവൻസ് ഗ്രൂപ്പിൻ്റെ. അപ്പോൾ അവിടെ ഞാൻ വീക്ക് ഡേയ്സ് ഒക്കെ നല്ലോണം അത്യാവശ്യം തിരക്കുള്ള ഷെഡ്യൂളാണ്. അപ്പോൾ വീക്കെൻഡ്സ് ആകുമ്പോൾ ഞാൻ ഒരു ഡീസ്ട്രെസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ഓൺ ഗോയിങ് ഒരു വർക്ക് ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ കഴിഞ്ഞാൽ എടുത്തു വയ്ക്കും. ആർക്കെങ്കിലും അങ്ങനെ ഗിഫ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഗിഫ്റ്റ് ചെയ്യും. അപ്പം ഞാൻ അങ്ങനെ അതൊരു ഓൺ ഗോയിങ് പ്രോസസ്സായിട്ട് ചെയ്യാണ്. ഫ്യൂച്ചറിൽ ഞാൻ എൻ്റെ ഈ ഒരു ഹെക്ടിക് സ്കെഡ്യൂളൊക്കെ മാറിക്കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ കുട്ടികൾക്കും ആൾക്കാർക്കും ഒക്കെ പറഞ്ഞു കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഈവൻ ഞാനിപ്പോൾ ഒരു ഡോക്യുമെൻ്റ് ഞാൻ കുറച്ച് പിക്ചേഴ്സൊക്കെ ഞാൻ എടുത്തു വയ്ക്കലും അതിനെ പറ്റി അധികം ഇൻ്റർനെറ്റിലുണ്ട്, പക്ഷെ എന്നാലും ഇല്ല. അപ്പോൾ ഇതിനെയൊക്കെ പറ്റി റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മേ ബി ഇൻ ഫ്യൂച്ചർ ഞാൻ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉള്ള പോലെയൊക്കെ ഞാൻ ചെയ്യാനാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ എന്തായാലും ആർട്ട് ഈസ് ഓൾവേസ് വിത്ത് മീ. ഞാൻ എന്നും അതിനെ പറ്റണ പോലെ ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം.